അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വിഷവാതക സാന്നിധ്യം. ഇന്ത്യൻ വംശജ സുനിത വില്യംസും സഹയാത്രികരും തങ്ങുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ് വിഷവാതക സാന്നിധ്യം അനുഭവപ്പെട്ടത്. ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് ഭക്ഷണവും മറ്റ് അവശ്യവസ്തുക്കളുമായി എത്തിയ പ്രോഗ്രസ് MS-29 എന്ന ബഹിരാകാശ പേടകം തുറന്നപ്പോഴാണ് വിഷവാതക സാന്നിധ്യം ഉണ്ടായത്. പേടകം തുറന്നപ്പോൾ ബഹിരാകാശ കേന്ദ്രത്തിനുള്ളിൽ ദുർഗന്ധം വ്യാപിക്കുകയും പേടകത്തിനുള്ളിൽ ജലകണികകൾ കണ്ടെത്തുകയുമായിരുന്നു. വിവരം സുനിത വില്യംസ് ഭൂമിയിലെ നാസയുടെ കൺട്രോൾ സ്റ്റേഷനിൽ അറിയിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൽ താമസിക്കുന്നത് അപകടകരമാകാതിരിക്കുന്നതിനു വേണ്ടി ഉടൻ തന്നെ പേടകം അടയ്ക്കുകയും അതിനെ ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്തു. മാത്രവുമല്ല, ഇതിൽ താമസിക്കുന്ന സുനിത വില്യംസും ബുച്ച് വിൽമറും ഉടൻ തന്നെ PPE കിറ്റ് ധരിച്ച് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തയ്യാറെടുക്കുകയും ചെയ്തു. ബഹിരാകാശ നിലയത്തിലെ വായുവിനെ എയർ സ്ക്രബിംഗ് സംവിധാനം ഉപയോഗിച്ച് ശുദ്ധമാക്കി. വായുവിലുള്ള ദോഷകരമായ കണങ്ങൾ, അണുക്കൾ, പദാർത്ഥങ്ങൾ എന്നിവയെ അരിച്ചുമാറ്റുന്നതിനുള്ള സംവിധാനമാണ് എയർ സ്ക്രബിംഗ്. നിലയത്തിനുള്ളിലെ വായുവിൻ്റെ നിലവാരം കൃത്യമായി നിരീക്ഷിച്ചു വരുന്നു. വളരെ പെട്ടെന്നു തന്നെ എയർ സ്ക്രബിംഗ് സംവിധാനം ഉപയോഗിച്ചതിനാൽ സുനിത വില്യംസിൻ്റെയും ബുച്ച് വിൽമറിൻ്റെയും ആരോഗ്യത്തിന് ഭീഷണി ഉണ്ടാക്കിയില്ല. നിലവിൽ യാതൊരു സുരക്ഷാ പ്രശ്നങ്ങളും ഇല്ലെന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ദുർഗന്ധമുണ്ടായത് എന്നതിൽ പരിശോധന നടക്കുകയാണ്. ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയ പ്രോഗ്രസ് പേടകത്തിൽ നിന്നാണോ അതോ നിലയത്തിലെ തന്നെ മറ്റേതെങ്കിലും ഭാഗത്തു നിന്നാണോ എന്നും ഇവർ പരിശോധിക്കുന്നു. സുനിത വില്യംസും ബുച്ച് വിൽമറും കഴിഞ്ഞ ജൂൺ മുതൽ ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു. ബോയിങ് നിർമ്മിച്ച സ്റ്റാർലൈനർ പേടകത്തിലാണ് ഇവർ നിലയത്തിലെത്തിയത്. എന്നാൽ പേടകത്തിലെ സാങ്കേതിക തകരാറുകൾ മൂലം ഇവരുടെ തിരിച്ചുവരവ് മുടങ്ങുകയായിരുന്നു. വെള്ളവും ഭക്ഷണവും അടക്കം കർശനമായ നിയന്ത്രണത്തിലാണ് ഇവർ നിലയത്തിനുള്ളിൽ തുടരുന്നത്. ധാന്യങ്ങൾ ചേർത്ത പ്രഭാത ഭക്ഷണം, പൗഡർ രൂപത്തിലുള്ള പാൽ, പിസ്സ, റോസ്റ്റ് ചിക്കൻ, ട്യൂണ തുടങ്ങിയ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ സുനിതയ്ക്കും ബുച്ചിനും ലഭ്യമാണെന്നും ഇതിലൂടെ ആവശ്യത്തിന് കലോറി ഇരുവർക്കും ലഭ്യമാകുന്നുണ്ടെന്നും സ്റ്റാർലൈനർ ദൗത്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എന്നിരുന്നാലും ഇവരുടെ ഭക്ഷണക്രമത്തിൽ പഴങ്ങളും പച്ചക്കറികളും പരിമിതമാണ്. കാരണം ISSലേക്ക് ഭക്ഷണം പുതുതായി വിതരണം ചെയ്യണമെങ്കിൽ 3 മാസം വേണ്ടിവരും. ബഹിരാകാശ നിലയത്തിൽ പ്രതിദിനം 1.7 കിലോഗ്രാം ഭക്ഷണമാണ് ഓരോ ബഹിരാകാശ സഞ്ചാരിക്കും ലഭ്യമാകുക എന്നാണ് നാസ പറയുന്നത്. ഭൂമിയിൽ നിന്ന് പാകം ചെയ്ത് അയക്കുന്ന ഭക്ഷണം ISSൽ വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. മൈക്രോഗ്രാവിറ്റിയിലെ വർദ്ധിച്ച ഊർജ്ജ ഉപയോഗം കാരണം ബഹിരാകാശ യാത്രികരുടെ ഭാരം കുറയുക സാധാരണമാണ്. ഭക്ഷണം കുറയ്ക്കുന്നതിനു പുറമെ പേശികളുടെ ആരോഗ്യം നിലനിർത്താനും എല്ലുകളുടെ സംരക്ഷണത്തിനുമായി ദിവസം 2.5 മണിക്കൂറിൽ കുറയാതെ ഇവർ വ്യായാമം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ശരീരം ക്ഷീണിക്കുക സ്വാഭാവികമാണ്. ഇരുവരെയും തിരികെ എത്തിക്കാൻ SpaceXന്റെ ഡ്രാഗൺ ക്യാപ്സ്യൂൾ അയക്കാനാണ് നാസ പദ്ധതിയിടുന്നത്. 2025 ഫെബ്രുവരിയിൽ ഇതിന്റെ വിക്ഷേപണം നടക്കുമെന്നാണ് വിവരങ്ങൾ.